അറിയാൻ വഴിയുണ്ട്. വിളിച്ചു വെച്ചാൽ മതി, സാർ അടുത്ത വണ്ടി വല്ലതും ഉണ്ടോ എന്ന് കൺട്രോളോടെ ചോദിക്കുക. ഓക്കെ. സ്റ്റേഷൻ മാഷ് കൺട്രോൾ ചോദിക്കുക, അടുത്തേതാ വണ്ടി, ഒന്നുമില്ലടാ എന്ന് പറയും. അത് അവർക്ക് എന്നെക്കളൊക്കെ നമ്മൾ ചെറിയ പയ്യനാ, ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ നടുവെങ്ങനെ ഓർക്കുക, ചായ കൊണ്ടുപോയിട്ട് കുടിക്കാൻ പറ്റായിരുന്നിട്ടുണ്ട്. ഓക്കെ. അന്നത്തെ ഇങ്ങനെ കുത്തുന്നൊരു കണക്ഷനാണ് ഈ ഫോൺ. ഹെഡ്സെറ്റ് കുത്തി കഴിയുമ്പം ആണ് നമ്മൾ വർക്ക് ചെയ്യണത്. അന്ന് ചാർട്ട് വരയ്ക്കണം, ഇപ്പം വരയ്ക്കണ്ട, ഇപ്പൊ കമ്പ്യൂട്ടറാണ് അതൊക്കെ വരയ്ക്കുന്നത്. ഒരു ട്രെയിനിന് 700 മീറ്റർ വരെ നീളം ഉണ്ടാവും. അതായത് ഡ്രൈവർ ഗാർഡിനെ എടുത്തോ, ഗാർഡ് ഡ്രൈവറെ എടുത്തോ പോകണേ, അവൻ പോയി തിരിച്ചു വരും 1.5 കിലോമീറ്റർ നടക്കും. ഈ ഗുഡ് ട്രെയിനിലൊക്കെ തിരിച്ചു വരും, അത്രേ അവർ നടക്കേണ്ടി വരും. ഒരു കാര്യം ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ അവർക്ക് വാക്കി ടോക്കി ഉണ്ട്. അതെ, ഞാൻ മറ്റേ ആദ്യത്തെ കൺട്രോൾ പീരീഡിൽ പോലും 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓടുന്ന സെക്ഷനിൽ സ്റ്റേഷൻ മാഷെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ ട്രാഫിക് കൺട്രോളർ മോഹനൻ നായർ സാറിനോടൊപ്പമുള്ള സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ യാത്ര തുടരുകയാണ്. സാറിപ്പോൾ റിട്ടയർഡ് ആയിട്ട് വർഷം 2010 റിട്ടയർ ചെയ്ത. 16 വർഷം. 16 വർഷമാകാൻ പോണു. അതെ, ഈ 16 വർഷം കൊണ്ട് ഈ കൺട്രോൾ പാനലിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഒത്തിരി. അതായത് അവിടെ പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ വർക്കിംഗ് അറിയാൻ മേല. ഈ റെയിലിൽ വന്ന ഓരോ അഡീഷണൽ ഫെസിലിറ്റിയും ആദ്യം സഹായിക്കുന്ന സ്റ്റേഷൻ മാഷെയാണ്. സ്റ്റേഷൻ മാഷ് വർക്കിനെയാണ് ആദ്യം സഹായിക്കുക. പക്ഷെ സ്റ്റേഷൻ മാഷൊക്കെ അവിടെ സഹായത്തിന് ന്യൂട്രലൈസ് ആയി പോകുന്ന രീതിയിൽ ട്രാഫിക് കൂടും. ഇപ്പൊ മറ്റേ ഫെസിലിറ്റീസ് കൂട്ടുന്നത് ട്രാഫിക് കൂട്ടാൻ വേണ്ടിയല്ലേ? ട്രെയിൻ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ സ്റ്റേഷൻ മാഷായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് രാത്രി ഒറ്റ വണ്ടി ഓടിച്ച ദിവസങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. ഒരു നൈറ്റ് ഡ്യൂട്ടിയിൽ ഒരൊറ്റ വണ്ടി. ഞാൻ ആദ്യത്തെ 7-8 കൊല്ലം സ്റ്റേഷൻ മാഷായിരുന്നു. എന്നാൽ രാത്രി ഒരൊറ്റ വണ്ടി ഉണ്ടാവുള്ളൂ. എന്ത് വർക്കാണുള്ളത്? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കിടന്നുറങ്ങിപ്പോവും. സമയമുണ്ട്. പിന്നെ അറിയാൻ വഴിയുണ്ട്. വിളിച്ചു വെച്ചാൽ മതി, സാർ അടുത്ത വണ്ടി വല്ലതും ഉണ്ടോ എന്ന് കൺട്രോളോടെ ചോദിക്കുക. ഓക്കെ. സ്റ്റേഷൻ മാഷ് കൺട്രോൾ ചോദിക്കുക, അടുത്തേതാ വണ്ടി, ഒന്നുമില്ലടാ എന്ന് പറയും. അത് അവർക്ക് എന്നെക്കളൊക്കെ നമ്മൾ ചെറിയ പയ്യനാ, ഇനി ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ പോലും ചിലപ്പം രാത്രി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അവരും വന്നു കഴിഞ്ഞാൽ വിളിച്ചെഴുന്നേറ്റ ഒന്നും പറയല. അല്ല, അവിഹിതം ഉണ്ടേ മാത്രമേ ഉള്ളൂ കുഴപ്പമുണ്ടോ. ഓക്കെ. ഇവിടെ ഈ പറഞ്ഞ കൺട്രോളറുടെ വിഷയം ആലോചിക്കണം. ഇത്രയും സ്റ്റേഷനുമായിട്ട് SM-ന്റെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ആള്. അതെ, ഞാൻ മറ്റേ ആദ്യത്തെ കൺട്രോൾ പീരീഡിൽ പോലും 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓടുന്ന സെക്ഷനിൽ സ്റ്റേഷൻ മാഷെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ട്. ഒരു 2-3 സ്റ്റേഷൻ അപ്പുറത്ത് വിളിക്കുക, എന്താ ചായ കുടിച്ചോ? ഞാൻ ചായ കുടിക്കണം സാർ, വെസ്റ്റ് കോസ്റ്റ് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഫ്രണ്ട് ഗൈഡ് ഫിലോസഫർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഡ്യൂട്ടി നിർവചിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും മെറ്റീരിയലിസ്റ്റിക് എലമെന്റ് ആയി മാത്രം വർക്ക് ചെയ്താൽ പോരാ, അവരെ വിളിച്ച് ഒന്ന് ഇതാക്കണം. അവർ ഹ്യൂമൻ അല്ലേ? അതും പ്രത്യേകിച്ച് മഴക്കാലം, നല്ല മഴക്കാലം. അതെ, സ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് കൊതുകുണ്ടാവും. ഇവൻ ചിലപ്പോൾ ഒരു പുതപ്പ് കൊണ്ടിട്ടുണ്ടാവും. ആ പുതപ്പ് കൊണ്ടൊന്ന് മൂടി പൊതിച്ചിങ്ങനെ ഇരിക്കും. കസേലയിൽ ഇരുന്നാണേലും ഉറങ്ങിപ്പോവും. ചില സ്റ്റേഷനിൽ ആളും ഉണ്ടാവില്ല. ഇല്ല, ചില സ്റ്റേഷനിൽ പല സ്റ്റേഷനിലും ഒരു മനുഷ്യനുണ്ട്, ഒരു വണ്ടി നിൽക്കുപോലും ഇല്ലല്ലോ. ഇല്ല, അതുവഴി പോകുന്നുള്ളൂ. അതെ, ഇവനെ ഒന്ന് ഓടിച്ചു വിട്ടാൽ അവരെ പണി കഴിഞ്ഞു. പക്ഷെ SM വന്നിരിക്കണമല്ലോ. SM വന്നിരിക്കണം. അപ്പൊ അവർ ഈ SM-ന്റെ റൂമിൽ തന്നെയുള്ള ആ പാനലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ പണ്ടൊന്നുമില്ല, പണ്ട് പാനലില്ലല്ലോ. ഇല്ല, അത് ഭയങ്കര മുമ്പൊക്കെ അതൊക്കെ SM-ന് സൗകര്യം ഉണ്ടാക്കി. SM വർക്കിനെ ഒരുപാട് ഈസിയാക്കിയത്. സിഗ്നലിംഗിൽ വളരെ ഈസിയാക്കി. അത് ഡ്രൈവർക്കും സ്റ്റേഷൻ മാസ്റ്റർക്കും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടി. ജോലി കുറച്ചുകൂടി ഈസിയാക്കി. കൺട്രോളർക്കും ഈസി ആയിട്ടുണ്ടാവും. കൺട്രോളർക്ക് ഈസിയായി. ഓരോ ട്രെയിനിന്റെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് തിക്കോടി സ്റ്റേഷനിൽ 2 വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിച്ച് വെക്കണം ഈ വണ്ടികളുടെ നീളം. ഇപ്പൊ അങ്ങനെ പ്രശ്നമേ ഇല്ല. ഇപ്പൊ ഏറ്റവും വലിയ ട്രെയിനുകളെ ഹോൾഡ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും ചെറിയ ലൈൻ പോലും. അതിനേക്കാൾ നീളത്തിലുണ്ടാകും. 3/4 കിലോമീറ്റർ നീളമുണ്ട് ഓരോ ലൂപ്പ് ലൈനും. അതിലും കുറച്ച് കുറവായിരിക്കും. 700 മീറ്റർ വരെ നീളമുള്ള ട്രെയിനുകളുണ്ട്. ഒരു ട്രെയിനിന് 700 മീറ്റർ വരെ നീളം ഉണ്ടാവും. അതായത് ഡ്രൈവർ ഗാർഡിനെ എടുത്തോ, ഗാർഡ് ഡ്രൈവറെ എടുത്തോ പോകണേ, അവൻ പോയി തിരിച്ചു വരും 1.5 കിലോമീറ്റർ നടക്കും. ഈ ഗുഡ് ട്രെയിനിലൊക്കെ പോയിട്ട് തിരിച്ചു വരും, അത്രേ അവർ നടക്കേണ്ടി വരും. ഒരു കാര്യം ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അവർക്ക് വാക്കി ടോക്കി ഉണ്ട്, നേരിട്ട് സംസാരിക്കാം. സ്റ്റേഷൻ മാഷെ വിളിക്കാം, അവർക്ക് 3 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഗാർഡ് ഡ്രൈവർ സ്റ്റേഷൻ മാസ്റ്റർ അവർക്ക് എവിടെയും സംസാരിക്കാവുന്ന രീതിയിൽ ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ സാങ്കേതിക സംവിധാനങ്ങൾ വളർന്നതോടുകൂടി ജോലികൾ
ഒത്തിരി മാറി. കൺട്രോളർ ജോലി, കൺട്രോളർക്ക് ഇപ്പം ഈ ലൂപ്പ് ലൈൻ കപ്പാസിറ്റി പറ്റി ചിന്തിക്കുകയേ വേണ്ട. അത് ഏത് സ്റ്റേഷനിലാണ് പണ്ട് അത് വേണമായിരുന്നു. അതെ അതെ. അക്കോമഡേഷൻ പ്രോബ്ലം വരുന്നില്ല. ഇല്ല, എവിടെയും പിടിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കൺട്രോളറുടെ ബേസിക് ജോലി അതൊക്കെയാണ്. അതായത് വണ്ടി ഓടുക, ഏത് സ്റ്റേഷനിൽ നിന്ന് എപ്പോ പുറപ്പെട്ട് എവിടെ നിൽക്കണം, ഏത് സ്പീഡിൽ പോകണം, അല്ലേ, അടുത്തത് ഏത് വണ്ടി കയറി പോകണം, ഇതൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. ഇത് കൺട്രോൾ പറയണ്ട. കൺട്രോൾ പറഞ്ഞിട്ടാണ്. കൺട്രോൾ പറയണ്ട 100 കിലോമീറ്റർ സ്പീഡിൽ ഓടാം എന്നാണ് ഡ്രൈവർക്ക് നിർദ്ദേശമുണ്ട്. ഓക്കെ. ഒരു വർക്കിംഗ് ടൈം ടേബിൾ ഒന്നും ഡ്രൈവർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിന്റെ വണ്ടി നീ മറ്റേ വന്ദേ ഭാരതാണ് ഓടിക്കുന്നത്, വന്ദേ ഭാരതിന് ഈ സെക്ഷനിൽ ഇത്ര കിലോമീറ്റർ സ്പീഡ് ആവാം എന്ന് അവന് കൊടുത്തിട്ടുണ്ട്. അവൻ ആ സ്പീഡിൽ ഓടണം. അതുപോലുള്ള ട്രെയിനുകൾക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് കിട്ടും നിർത്താതെ പോകാൻ. പക്ഷെ പാസഞ്ചർ പോലുള്ള അല്ലെങ്കിൽ ഇപ്പൊ മെമു പോലുള്ള വണ്ടികൾക്ക് അടുത്തടുത്ത് നിർത്തണം. അതിൽപോലും പണ്ടത്തെ ആയിട്ട് ഇപ്പൊ നോക്കുമ്പോൾ ഈ എയർ ബ്രേക്കിലേക്ക് വന്നതോടുകൂടി ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറഞ്ഞു. സ്റ്റേഷൻ കയറുമ്പോൾ ബ്രേക്ക് ഇട്ടാൽ നിൽക്കും. മെമു ഒക്കെ പെട്ടെന്ന് നിൽക്കുകയും വളരെ പെട്ടെന്ന് അവിടെയാണ് വേറൊരു പ്രശ്നം വന്നിരിക്കുന്നത്. ഈ വളരെ പെട്ടെന്ന് സ്പീഡ് എടുക്കാൻ കഴിയും. പണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കയറായിരുന്നു. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കയറുന്ന റിസ്ക് ആണ്. അടിച്ചു താഴെ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ശരിയാണ്. ഇപ്പൊ അത് ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനിൽ ഡോർ അടയ്ക്കാതെ വണ്ടി ഓടിയല്ല. അത് വീണാലേ പോവുള്ളൂ. അതെ അതെ, ഡോർ അടയണം. എന്നാലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നീങ്ങുള്ളൂ. അല്ലെങ്കിൽ അപകട സാധ്യത കൂടുതൽ ഭയങ്കര അപകട സാധ്യത. കയറാനോ ഇറങ്ങാനോ ശ്രമിച്ചാൽ അപകടം പറ്റും. പിന്നെ അവിടെ സീറ്റിലെ ഒരാൾ കയറുന്നില്ലല്ലോ, റിസർവേഷൻ അല്ലേ ഫുൾ. അതെ, ഫുൾ അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ കയറുന്ന ഒരാള് ഉണ്ടെങ്കിൽ അയാൾക്ക് സീറ്റും ഉണ്ട്. ലേറ്റായി വരുന്ന ചില കക്ഷികളുണ്ടാവും. അതെ, അവര് പണി പറ്റിച്ചാലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഈ നമ്മുടെ കൺട്രോളറുടെ പോസ്റ്റിലേക്ക് എന്താണ് ഇപ്പൊ അന്നത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ, നിലവിലെ ബേസിക് ക്വാളിഫിക്കേഷൻ? അന്ന് ഞാനൊക്കെ വരുന്ന കാലത്ത് 2 എൻട്രൻസ് ഉണ്ട്. RRB കണ്ടക്ട് ചെയ്യുന്നതാണോ അത്? RRB ഒന്ന് സ്റ്റേഷൻ മാസ്റ്റർ വന്നവർക്ക് 10 കൊല്ലം സർവീസ് ഉണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർക്കും ഗാർഡിനും കൺട്രോളറായിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ്. അതൊരു പ്രൊമോഷൻ പോസ്റ്റ്. ഡയറക്റ്റ് പോസ്റ്റിംഗ് അല്ല കൺട്രോളർ. അല്ല. അതുകൊണ്ട് ഒരു വഴി ഇതാണ്. ഇനി ഒരു വഴി റെയിൽവേ ട്രാഫിക് അപ്രന്റീസ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ട്രാഫിക് അപ്രന്റീസ് അന്ന് ട്രാഫിക് അപ്രന്റീസ് മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. അത് കഴിഞ്ഞ് വന്ന് 3 കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട്. അത് 3 കൊല്ലം സ്റ്റേഷൻ മാസ്റ്ററായിട്ടും യാർഡ് മാസ്റ്ററായിട്ടും ഗാർഡായിട്ടും ഒക്കെ പരിശീലനം കഴിഞ്ഞ് അതിൻ്റെ കൂടെ കൺട്രോളറായിട്ടും പരിശീലനം കഴിഞ്ഞു. ട്രെയിനിങ് പീരീഡ് നമ്മളുടെ സർവീസ് കാലാവധിയാണോ? സർവീസ് അല്ല, പക്ഷെ ശമ്പളം കിട്ടും. ഓക്കെ. അത് സർവീസായിട്ട് കൂട്ടത്തില്ല. ഓക്കെ. അങ്ങനെ ആ 3 കൊല്ലം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അന്നേരം വേക്കൻസി ഉണ്ടെങ്കിൽ അവർ കൺട്രോളറായിട്ട് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റായിട്ട് കൺട്രോളറാകാം. ഞാൻ ഒക്കെ വന്നത്, ഞാൻ സർവീസ് വന്നു കഴിഞ്ഞ് ട്രാഫിക് അപ്രന്റീസായി. അത് വളരെ അപൂർവം നടക്കുന്ന സെലക്ഷനാണ്. ഞാൻ 8 കൊല്ലം സർവീസ് ആയപ്പം എനിക്ക് ട്രാഫിക് അപ്രന്റീസായിട്ട് സെലക്ഷൻ കിട്ടി. SM ആയിരുന്നിട്ട് നിന്ന് ട്രാഫിക് അപ്രന്റീസായി. വാസ്തവത്തിൽ അത് എനിക്കൊരു പ്രൊമോഷൻ്റെ ഇതൊന്നും ആയിരുന്നില്ല, കാരണം ഞാൻ അതിന് മുകളിൽ എത്തിയായിരുന്നു. അങ്ങനെ ട്രാഫിക് അപ്രന്റീസായി. പക്ഷേ എനിക്ക് ഈ കൺട്രോളറായിട്ട് ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതിൽ ട്രെയിനിങ് പീരീഡിൽ ഞാൻ നല്ലൊരു കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എന്നെ കൺട്രോളറായിട്ട് പോസ്റ്റ് ചെയ്തു. നേരിട്ട് കയറാൻ പറ്റി. അതെ, ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്ക് എല്ലാവർക്കും അവരുടെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും എങ്കിൽ കൂടി ഇതിന്റെ ഫുൾ റെഗുലേറ്റിംഗ് അതോറിറ്റി എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ ജോലി ആസ്വദിച്ച ഒരാളാണ്. ഈ കൺട്രോൾ ഞാൻ ഒരിക്കലും ഇതൊരു മോശം ജോലിയായിട്ടോ അല്ലെ ഇത് വളരെ ഹാർഡായിട്ട് ജോലിയായിട്ടോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ നടുവെങ്ങനെ ഓർക്കുക, ചായ കൊണ്ടുപോയിട്ട് കുടിക്കാൻ പറ്റായിരുന്നിട്ടുണ്ട്. അന്നത്തെ ഇങ്ങനെ കുത്തുന്നൊരു കണക്ഷനാണ് ഈ ഫോൺ, ഹെഡ്സെറ്റ്, ഇങ്ങനെ ഇത് മൈക്ക്, അതെല്ലാം കൂടി ഇവിടെ ഒരു സാധനത്തിൽ കുത്തി കഴിയുമ്പം ആണ് നമ്മൾ വർക്ക് ചെയ്യണത്. അന്ന് ചാർട്ട് വരയ്ക്കണം. ഇപ്പൊ വരയ്ക്കണ്ട, ഇപ്പൊ കമ്പ്യൂട്ടറാണ് അതൊക്കെ വരയ്ക്കുന്നത്. അന്ന് ഒരു ചായ കൊണ്ട് വെച്ചിട്ട് ഇത് കുടിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടാഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ട്. എന്നിട്ട് എൻ്റെ ഒരു ബോസ് ഒരിക്കൽ വന്നിട്ട് ഇത് ഊരിയെടുത്തു. അയാളെ ഇതിവിടെ കണ്ടോണ്ട് ഇത് ഊരിയെടുത്തിട്ട് അയാൾ നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് തണുത്തിരിക്കണം.
അയാൾ പുറത്തിറങ്ങി അവിടെ പ്യൂണുണ്ട്, കണ്ടോളാസി പ്യൂണുണ്ട്, അവനെ വിളിച്ചിട്ട് പറഞ്ഞു വേറെ ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ചായ കളഞ്ഞിട്ട് വേറെ ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് ഇത് കുത്താൻ സമ്മതിച്ചുള്ളൂ. ഓക്കെ ഓക്കെ. അത്ര തിരക്കാണ് ഇന്ന് ആ ജോലിയുടെ പ്രത്യേകത. അതെ അതെ അതെ. ഞാനൊരു മാനുവലായി തന്നെ കാര്യങ്ങളൊക്കെ പോകണം. ഇപ്പൊ അങ്ങനെയുണ്ട്. ഇല്ല, ടെക്നോളജി. ഇപ്പൊ അന്ന് വേറൊരു മാറ്റം, ഈ ടൈം റെക്കോർഡ് ചെയ്യുന്ന കൺട്രോളുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. ഇപ്പോൾ ഒരു വണ്ടി മംഗലാപുരം വിട്ടു, ശേഷം മാഷ് വിളിച്ച് പറയും, നമ്പറാ പറയുക, പേരല്ല, മദ്രാസ് മെയിൽ ലെഫ്റ്റ് 20 റൈറ്റ് ടൈം എന്ന് പറയും മാസ്റ്റർ അവിടെ. അപ്പോൾ ഇവിടെ 20 ഇത് കിട്ടുമെന്ന് പറയും. ഒരു ഗ്രാഫുണ്ട്, ഓക്കെ, ചാർട്ട്, ഗ്രാഫ് പോലൊരു ചാർട്ട്, അതിൽ മാർക്ക് ചെയ്യും. അതിന് ഡോക്യുമെന്റേഷൻ അപ്പോഴും നടത്തിയേക്കും. അതെ, അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഉള്ളാൾ എൻ്റെ അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ ത്രൂ 29. അപ്പോൾ ഇവൻ അവിടെ ഉള്ളാളി പോയി. അപ്പോൾ അവിടുത്തെ 29 മാർക്ക് ചെയ്ത് ഇത് നമ്മൾ വരയ്ക്കും. യെസ്, റെഡ് ലൈൻ ആണ് എക്സ്പ്രസ്സിനാന്ന്, അതിങ്ങനെ വരയ്ക്കും. ഇപ്പോൾ മംഗലാപുരം സ്റ്റേഷനിൽ നിന്ന് വിട്ടാൽ അവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ഷട്ടർ എന്ന് പറയും ഞങ്ങളതിന്. ആ സിഗ്നൽ പാസ് ചെയ്യുമ്പം അതിൻ്റെ താഴെ ഒരു സെൻസറുണ്ട്. ആ സെൻസർ ഈ കൺട്രോൾ ബോർഡിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി വിട്ടു എന്നുള്ളതിൻ്റെ ടൈമാണ്. അത് ഓട്ടോമാറ്റിക് അവിടെ ടൈം റെക്കോർഡാവും. മാത്രമല്ല ഓട്ടോമാറ്റിക് പ്രിന്റ് ഔട്ടും വരുമല്ലോ ഇതിന്റെ. ആ പ്രിന്റ് എടുക്കേണ്ടപ്പോൾ എപ്പോഴും എടുക്കാമല്ലോ. ഇവന്റെ ബോർഡിൽ ഇത് അപ്പൊ തന്നെ മാർക്കിംഗ് ആവും. അവിടെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടു. മാർക്ക് ചെയ്യണ പണിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് വരയ്ക്കേണ്ട ആവശ്യം. അതിന് വേറൊരു കുഴപ്പമുണ്ട്, കള്ള സമയം കൊടുക്കാൻ പറ്റില്ല. യെസ്, അതെ. 10-20 വിട്ടാൽ തന്നെ 20 വരുള്ളൂ. അത് തന്നെ 30 വിട്ടിട്ട് 20 മാർക്ക് ചെയ്യണം. അന്ന് പറ്റുമായിരുന്നു, ഇപ്പൊ പറ്റില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാന്ന് വിചാരിച്ച് നടക്കുന്നത് ഒന്നും പറ്റില്ല. 21 ആണെങ്കിൽ അത് 21 എന്ന് പറയും. അത് വഴിയിലുള്ള സ്റ്റേഷനൊക്കെ അതെ, ത്രൂ ഔട്ട് പിന്നെ എങ്ങനെയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവൻ അവിടെ ഇല്ലെങ്കിലും വണ്ടി റെക്കോർഡായി പോയിക്കൊണ്ടിരിക്കും. അതെ, മാഷ് പറയുകയും വേണ്ട. അപ്പം പൊതുവിൽ യാത്രക്കാർക്ക് അറിയാത്ത ഒരു ജോലിയുടെ ഭാഗമാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ശരിക്കും അത് യാത്രക്കാർക്ക് അറിയാൻ ഒരുപാട്, റെയിലുള്ളവർക്ക് അറിയില്ല. അത്രമാത്രം ഒരു റിസ്കി അല്ലെങ്കിൽ അത്രമാത്രം വലിയ ഭാരം വഹിക്കുന്ന ഒരു ജോലിയാണ്. ഒരുപാട് ഒരു ടൈം നിർണ്ണയിക്കുന്ന ജോലിയാണ്. അതെ. ഇത്രയും നേരം പ്രേക്ഷകർക്ക് വേണ്ടി ഈ അറിവുകൾ പകർന്നു തന്നതിനെ എനിക്ക് ഒരു അക്കാഡമിക്കൽ പർപ്പസ് എനിക്ക് തൃപ്തിയായിട്ടില്ല. റൈറ്റ് ഫ്രം റെയിൽവേ ബോർഡ്, ഇതിന്റെ ഈ താഴെ റെയിൽവേ ബോർഡിന്റെ താഴെ സോണൽ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇവിടെയൊക്കെ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ബോർഡില് മെമ്പർ ട്രാഫിക്, ഇവിടെ സദൺ റെയിലിൽ വന്നു കഴിഞ്ഞാൽ ചീഫ് ഓപ്പറേഷൻ മാനേജർ, അത് കഴിഞ്ഞാൽ അയാളുടെ താഴെ ചീഫ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ മാനേജർ, അത് കഴിഞ്ഞാൽ ഡിവിഷനിൽ വരുമ്പോൾ ഡിവിഷനിൽ ഓപ്പറേഷൻ മാനേജർ. ഈ ലെവൽ വരെ ഇതിന്റെ പ്ലാനിങ് ഉണ്ട്. ഇത് താഴെ കൊടുക്കുന്നത് ഈ കൺട്രോളർക്കാണ്. ഈ തീരുമാനങ്ങൾ താഴെ എത്തുന്നത് ഈ കൺട്രോളറിൽ. ഇവിടെ നിന്നാണ് ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരാണ് ഇംപ്ലിമെന്റേഴ്സ്. അതെ, സ്റ്റേഷൻ മാസ്റ്റർ, ഡ്രൈവർ ആൻഡ് ഗാർഡ്, ഇവരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നവര്. മറ്റൊരുത്ത അപ്പൊ മാനേജ്മെന്റുമായിട്ടുള്ള ലിങ്ക് ആണ് ഈ കൺട്രോളർ. അതെ 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 അതെ. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിന്റെ ലിങ്ക് മാനാണ് കൺട്രോളർ. അതെ, അതാണ് അത് തീരുമാനങ്ങളുടെയും നടപ്പിലാക്കലിന്റെയും ഇടയ്ക്കുള്ള കപ്ലിംഗ്. അത് അത്രമാത്രം നിർണായകമായ ജോലിയാണ്. പക്ഷെ ആൾക്കാർക്ക് പൊതുവിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കും വ്യക്തമായ ധാരണ ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നില്ല. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.